വലിയ വിവാദമാവുന്ന മറ്റൊരു വാർത്ത ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ്. നടന്നത് മോഷണം തന്നെയാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന്. ഇപ്പോൾ ക്ഷേത്രത്തിലെ സ്വത്ത് വിവരം പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുകയാണ് ഒരു കൂട്ടം ഭക്തർ. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇവർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകാനും ആലോചനയുണ്ട്. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഒരു ഇടവേളയ്ക്ക് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ രൂക്ഷമാവുകയാണ്. ഒരു സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ഇത് തന്നെയായിരുന്നു അവിടെ വലിയ രീതിയിൽ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഭക്തരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ മോഷണ ശ്രമം വളരെ ഗൗരവമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ എടുക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയല്ലേ? ഇതൊരു വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ പരമ്പരയിലേക്കൊക്കെ പോകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജ, ഇത് എങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന വികാരം തന്നെയാണ് ഭക്തർക്കിടയിലുള്ളത്. കാരണം ഇത് ആദ്യമായല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതാകുന്നത്. ഇത് പരാതിയായാൽ 2 ദിവസത്തിനുള്ളിൽ ഇതേ വസ്തു തിരികെ എത്തും. അത് എന്ത് മായാജാലമാണ് അവിടെ നടക്കുന്നതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതായത് ഈ ഒരു വസ്തു എടുക്കുന്നു, പരാതി ഉയർന്നില്ലെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകുന്നു. ഇനി പരാതി ഉയർന്നാൽ തന്നെ പലപ്പോഴും പരാതി ഉയരാതെ പോകുന്നത് ഈ വസ്തുക്കൾ മാറ്റുകയും പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് വസ്തു അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം കൂടിയുണ്ട്. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനം എടുക്കുകയും അതേ മാതൃകയിൽ പുതിയ വസ്തു ഉണ്ടാക്കി ഇതിന് പകരമായി അവിടെ വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ എണ്ണം എടുക്കുമ്പോൾ കൃത്യമായി ഈ എണ്ണം തികയും. പക്ഷേ ഇതിൽ പലതും വ്യാജമാണ് എന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന്, ഒരു വിഭാഗം ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഏതായിരുന്നാലും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പിന്തുണയോടുകൂടി ഇതിൽ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ഇതിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം കൂടി ഇപ്പോൾ ആലോചനയിലുണ്ട്. ഹൈക്കോടതിയിലടക്കം ഇത് സംബന്ധിച്ച് നിയമപോരാട്ടം നടത്താനാണ് ആലോചിക്കുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള സ്വത്തുവകകളുടെ എണ്ണമെത്ര, അല്ലെങ്കിൽ അതിന്റെ മൂല്യമെത്ര, അത്തരം കാര്യങ്ങൾ അത് വ്യക്തമാക്കണം. ഭരണസമിതിക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യമാണ്. ബി നിലവറ എന്നതും ഒഴികെ ബാക്കി ദൈനംദിന ആവശ്യങ്ങൾക്കും ലോക്കറിലുമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ബി നിലവറ തുറക്കുന്നതിനൊക്കെ അതിന്റേതായ നിയമപരമായ നടപടികളുണ്ട്. അവിടെ മൂല്യനിർണ്ണയം നേരത്തെ നടത്തിയ ഒരു സംഭവമുണ്ട്. എങ്കിൽ തന്നെയും അതിന്റെ കണക്കുകളൊക്കെ തന്നെ ഏറെക്കുറെ പുറത്തു വന്നതുമാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന കാര്യം ഈ ദൈനംദിന കാര്യവുമായി ബന്ധപ്പെട്ടും അവിടെ നേർച്ചയായി വരുന്നതും അല്ലെങ്കിൽ ഈ ലോക്കറിൽ സൂക്ഷിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പുറത്തുവിടണം എന്ന ഒരു കാര്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ക്ഷേത്രത്തിൽ അമൂല്യ സ്വത്തുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ്. അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ തന്നെയും ഈ ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സുരക്ഷാ സംവിധാനം മാത്രം കർശനമാക്കുകയും അവിടെയുള്ള ദൈനംദിന കാര്യങ്ങൾ അതിൽ കാര്യമായ ശ്രദ്ധ ഉണ്ടാകാതെ പോവുകയും ചെയ്യുന്നു. മാസങ്ങൾക്ക് മുൻപാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓഫീസ് റൂമിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയത് വലിയ വിവാദമായത്. കാരണം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ, ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ തന്നെ അതിന് നേതൃത്വം നൽകുകയും അവിടെയുള്ള ജീവനക്കാർക്ക് ഇത് നൽകുകയും ചെയ്തു എന്ന അത്യന്തം ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നത് ഹൈക്കോടതി വരെ എത്തിയ കേസാണ്. കോടതിയുടെ വിമർശനമുണ്ടായി. കോടതി അവസാനം അതിൽ ശക്തമായ താക്കീത് നൽകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ ഈ സമ്പത്ത് കണ്ടെത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നതിന് മുമ്പ് സാധാരണ നിലയിലുള്ള പ്രവർത്തനമായിരുന്നെങ്കിൽ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും രാജകുടുംബത്തിന്റെയും ഒക്കെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. ആ ഭരണസമിതിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ ഭരണസമിതി കാര്യക്ഷമമായി ഇടപെടുന്നില്ല. ഇത്തരം തെറ്റായ പ്രവണതകൾ തടയുന്നതിന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രമല്ല ഈ സ്വർണ്ണദണ്ഡ് മോഷണം പോവുകയും അല്ലെങ്കിൽ അങ്ങനെ കവർച്ചയ്ക്കുള്ളൊരു ശ്രമം നടക്കുകയും ഏതാണ്ട് ഒരടിയോളം താഴ്ചയിൽ മണലിൽ നിന്ന് അത് കണ്ടെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആ സ്ഥലം തന്നെ കുറച്ച് ദുരൂഹത ഉണർത്തുന്നതാണ്. കാരണം CCTV ദൃശ്യങ്ങൾ പതിയാത്ത സ്ഥലമാണ്, ഇടുങ്ങിയ സ്ഥലമാണ്, വെളിച്ചക്കുറവുള്ള പ്രദേശമാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതെങ്ങനെ ആ സ്ഥലത്ത് തന്നെ ആ ഇരുമ്പ് ദണ്ഡ് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്ന ചോദ്യം വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ദുരൂഹമായ ഒരു സാഹചര്യമായി തന്നെയാണ് അവശേഷിക്കുന്നത്. ഇതിൽ പ്രതിയെ കണ്ടെത്തുക എന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഷണ ശ്രമമാണ് എന്ന് FIR പറയുമ്പോഴും പ്രതിയെ കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ ആ പ്രതിയിലേക്ക് എത്തും എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. അവിടെ അന്ന് സ്വർണം കൈകാര്യം ചെയ്ത കാര്യത്തിലും വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. പെട്ടിയിൽ ലോക്കറിൽ സൂക്ഷിക്കുമ്പോൾ പെട്ടി
പെട്ടിക്കുള്ളിൽ തന്നെ ഒരു സഞ്ചിയിലാണ് ഇത്തരം സ്വർണം വെക്കുന്നത്. കാഡ്മിയം ചേർത്ത സ്വർണമാണ്. അത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സ്വർണം തൂക്കി നോക്കുന്ന ആളിന്റെയും മുന്നിലെത്തി അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്ന് തൂക്കി നോക്കി പരിശോധനയൊക്കെ നടത്തേണ്ടത്. പക്ഷെ അന്ന് ഈ പെട്ടി ലോക്കറിൽ തന്നെ വെച്ച് പെട്ടി എടുക്കാതെ അതിനകത്തു നിന്ന് സഞ്ചി മാത്രം എടുത്തുകൊണ്ട് പോയി എന്ന ഒരു വിവരമാണ് നേരത്തെ വന്നത്. അങ്ങനെയെങ്കിൽ അത് കയ്യിൽ നിന്ന് വീണു എന്ന് കരുതാം. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അട്ടിപരിശ്രമം. ഏതാണ്ട് ഒരു 6ഓളം ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് ഇത് സംബന്ധിച്ച പരിശോധനകൾ നേരത്തെ നടന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആശാസ്യമല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ്, അഭിപ്രായം തന്നെയാണ് ക്ഷേത്രവുമായി പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ അവിടെ എത്തുന്ന ഭക്തർക്കുമൊക്കെ ഉള്ളത്. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.